പക്ഷിപ്പനി സ്ഥിരീകരിച്ച കുട്ടനാട്ടിൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് തുടരുകയാണ്. തകഴി, നെടുമുടി, പുറക്കാട് പഞ്ചായത്തുകളിലാണ് രോഗം വ്യാപിച്ചിരിക്കുന്നത്. KC ബിബിൻ വിവരങ്ങളുമായി ചേരുന്നു. ബിബിൻ, കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താണ് കുട്ടനാട്ടിലെ നിലവിലെ സ്ഥിതി? മുൻകരുതൽ എന്ന നിലയിലാണ് പക്ഷികളെ കൂട്ടമായി ഇങ്ങനെ കൊന്നൊടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഏകദേശം 1/4 ലക്ഷത്തോളം താറാവുകളെ കൊന്നൊടുക്കി കഴിഞ്ഞു. അല്ലാതെ സ്വാഭാവികമായി ചത്തതും ഇത്ര തന്നെ ഉണ്ടാവും. ഏകദേശം 1/2 ലക്ഷത്തോളം താറാവുകളാണ് കുട്ടനാട്ടിൽ ഇതിനകം രോഗം പിടിപെട്ടു. 3-4 വർഷം മുമ്പ് ഇതുപോലെ ക്രിസ്മസിനായിരുന്നു പക്ഷിപ്പനി ഒന്ന് നമ്മുടെ എല്ലാം കഞ്ഞൂടി മുട്ടിച്ചത്. തകഴി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. നമ്മുടെ സജിയുടെ വീടല്ലേ? ആന്നേ, ഇവിടെ കുറച്ച് താറാവുണ്ട്. പോയി നോക്കാം. പക്ഷിപ്പനി അറിഞ്ഞു കാണുമല്ലോ അല്ലേ? രോഗബാധ ഉണ്ടായ 1 കിലോമീറ്റർ ചുറ്റളവിലെ താറാവുകളെ മുഴുവൻ കൊന്നു കത്തിച്ചു കളയാൻ വേണ്ടി വന്നതാ. സാറേ, അതിനെന്റെ താറാവിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ സാറേ. എന്റെ സജി, ഇത് കേന്ദ്രത്തിൽ നിന്ന് വന്ന NCDC ഡയറക്ടറും മൃഗസംരക്ഷണത്തിന്റെ ആൾക്കാരുമാ. എന്നിട്ടാണ് സംരക്ഷിക്കുന്ന മരം കൊല്ലാൻ പോകുന്നത്. എന്റെ സജി, താറാവ് ഒന്നിന് 200 രൂപ വെച്ചിട്ട് കിട്ടും. നീ ഹോൾസെയിൽ ആയിട്ട് അങ്ങ് വിറ്റൂന്ന് കരുതിയാ പോരെ? എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വിറ്റൂടെ? നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ 200 ഉലുവ ആർക്ക് വേണേ പിച്ചക്കാശി? ആദ്യം ഭോപ്പാലിലെ ലാബിൽ നിന്ന് പരിശോധനാ ഫലം പറയട്ടെ, എന്നിട്ട് കത്തിക്കാതെ നിങ്ങളെ. സോമാ, നീ ഹീറോയിസം കളിക്കല്ലേ? ഇവിടുത്തെ താറാവിന്റെ ഇറച്ചി കഴിച്ചിട്ടാ കാട്ടിപ്പുറമ്പിലെ സൂസി ഛർദിലുമായിട്ട് ആശുപത്രി. നീ മിണ്ടാതിരിയടി. എടാ, അവരെന്തെങ്കിലും ചെയ്യട്ടെ മുടിയാനായിട്ട്. അല്ല, ഇത് പക്ഷിപ്പനിയാക്കി തീർക്കാൻ ഇയാൾക്ക് എന്താ എടുക്കാം? ഇവിടുത്തെ നാട്ടുകാരെ പഠിപ്പിക്കാനായിട്ട്? ഇത് ഇറച്ചി കച്ചവട ലോബിയുടെ ക്രിസ്മസ് കളിയാണെന്ന് ഏത് മണ്ടന് മനസ്സിലാവും? സോമാ, ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ പണിയെടുക്കുന്ന ഒരാളാ ഞാൻ. നീ ഇപ്പൊ കാണിച്ചോണ്ടല്ലോ വലിയ വില കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ ആൾക്കാരെ നീ കൊല്ലാൻ പറ്റരുത്. ഈ നാട്ടിലെ പണക്കാരുടെ പണി എന്താണെന്നും പാവങ്ങളുടെ ഗതി എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഈ നാട്ടുകാർക്ക് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തോളാം. പറഞ്ഞു കൊടുത്തോളാം. കാണാം. ഓ, കാണാം നമുക്ക്. ചെല്ല്. പ്രശ്നമാവോ? എന്ത് പ്രശ്നം? സോമൻ ചേട്ടാ, എന്നാ ബിരിയാണി പരിപാടിയൊക്കെ ബർത്ത്ഡേ വല്ലതും ആണോ? ഓ, വായനൊന്നും ഇല്ലല്ലേ? നീ ആ ബാൻഡർ നോക്കിയടാ. അപ്പൊ ചിക്കൻ അല്ലല്ലേ? താറാവേ, ഇതിലും ഭേദം പരാമറ. എന്റെ ശരിക്കും പിടിച്ചോ. ബോധമുള്ള ആരെങ്കിലും ഇതൊക്കെ കഴിക്കും? കാണുന്നവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതമാണ് ഇവന്മാർ നശിപ്പിക്കാൻ നോക്കുന്നത്. നാട്ടുകാരുടെ പേടി മാറ്റാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിച്ച് ഉദ്ഘാടനം ചെയ്യാണ്. വാ സാറേ. സാറേ, ഉമ്മാരുടെ തലയ്ക്ക് ഓളവാ. എന്റെ സോമ, താനിത് എന്ത് കണ്ടിട്ടാ? നീയൊക്കെ ഇത് കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചാലേ കണ്ടവന്മാരെല്ലാം വന്ന് പോലീസിന്റെ നെഞ്ചത്ത് കയറും. ഞങ്ങളൊന്നും ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട്. സാറ് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഈ താറാവ് മുഴുവൻ ചത്ത പക്ഷിപ്പനിയായിട്ടൊന്നുമല്ല. ഇത് ഇയാളുടെ ഫാക്ടറിയിലെ കെമിക്കൽ കായലുകൾ കലർന്നിട്ടാണ്. ഓ, അത് ശരി. അപ്പൊ താറാപ്പനി വന്നിട്ടല്ല ഈ താറാക്കളൊക്കെ ചത്തേന്നാണ് സയന്റിസ്റ്റ് ഐസക് സോമൻ പറയുന്നത് അല്ലേ? കൊള്ളാം സാറേ. ഇയാളുടെ ഫാക്ടറിയിലെ കെമിക്കൽ വെള്ളത്തിൽ കലർന്നിട്ട് താറാവുകൾ ചത്തേ. അതിന്റെ പേരിൽ ഈ നാട്ടിലെ താറാവിന് മൊത്തത്തിൽ അങ്ങ് കൊന്നു കളഞ്ഞാൽ പിന്നെ ഈ പ്രസിഡന്റ് ഫാമിലെ പോത്തർച്ചയ്ക്ക് നല്ല വില കിട്ടുകയും ചെയ്യും. സാർ, അതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കളികളാ സാറേ. എന്റെ സാറേ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ സാറി സോമ, ഈ പരിപാടി ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം. ഇത് കഴിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ തൂങ്ങും. താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമാണ് ഞാൻ കേസെടുക്കാത്തത്. താനിതെല്ലാം എടുത്ത് ജിപ്പിക്കറ്റ്. ഇതിന് പകരമായിട്ടൊരു ഇൻഡസ്ട്രി കേന്ദ്രത്തിൽ നിന്ന് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. 2 കൈ നീട്ടി കാത്തിരുന്നു.